അതുകൊണ്ടാണ് നമ്മുടെ അജിത് ഡോവൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞല്ലോ, പാകിസ്ഥാൻ ചാരസംഘടനകൾ റിക്രൂട്ട് ചെയ്യുന്നവരിൽ കൂടുതൽ ഹൈന്ദവരാണെന്നാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ന്യൂസ് ഇടക്കിടക്കായി പലപ്പോഴും പെട്ടിക്കോളം വാർത്തയായി മാറുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. The number of persons that ISI has recruited for intelligence task in India, there have been more Hindus than Muslims. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത്. അത്തരമൊരു ടെർമിനോളജി കോയിൻ ചെയ്യപ്പെടുന്നു, അത് വളരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. അതിനെ തുടർന്നുള്ള ചില ഡിസ്കഷൻസ്, അതുപോലെ തന്നെ മലയാളം മീഡിയ അടക്കം അതിനെ കൈകാര്യം ചെയ്ത രീതികളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മളടക്കം അതിനെ വിമർശന വിധേയമായി സമീപിച്ചിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ഭീകരാക്രമണം നടന്നു, ആ ഭീകരാക്രമണം തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇത് നമ്മൾ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആക്രമണങ്ങളെയും അതുപോലെ തന്നെ വംശഹത്യയൊക്കെ ന്യായീകരിക്കുന്ന പല ആളുകളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഭീകരാക്രമണം ശരിയാണ്, അത് നല്ല കാര്യമാണ്, ഇത്രയും ആളുകളെ കൊന്നത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെങ്കിലും, അത് പ്രത്യേകിച്ചും ഇത് മുസ്ലിങ്ങളുടെ നേർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് വെക്കുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം അത് നന്നായി, അങ്ങനെ പൊട്ടിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്ന് നന്നായി എന്ന് പറയുന്ന ഒരാളെ പോലും നമുക്ക് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ പല ആളുകളും കമൻറ്റിലൂടെയൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നാലും നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഗാസയെക്കുറിച്ച് അടക്കം സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നില്ല? നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഓപ്പണായിട്ട് പറയാണ്, അങ്ങനെ ചെയ്ത വ്യക്തികൾ അവർ തന്നെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവർ ചെയ്ത് തെറ്റാണ്, അവർ നരാധമന്മാരാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രാജ്യത്തിനെതിരായ മാനവികതക്കെതിരായ പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് അവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇസ്രായേൽ ഗാസയിലുള്ള കുട്ടികളെ കൊല്ലുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മുസ്ലിമിനെന്നല്ല, ഒരു മനുഷ്യനൊരിക്കലും ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം കണ്ട് അതിലൂടെ ആളുകളെ കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിനോട് ഏതെങ്കിലും രൂപത്തിൽ മാനസികമായി താതാത്മ്യപ്പെടാനോ അല്ലെങ്കിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് പൂർണ്ണമായും അത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ബാധ്യതയായിട്ട് അതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെയുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കൊക്കെ ഈ വിഷയത്തിൽ ഒരേ ബാധ്യത മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളാരുമല്ല, അല്ലെങ്കിൽ ഞങ്ങളുമായി അതിന് ഒരു എക്സ്ട്രാ ബാധ്യത ഇല്ല. അതുകൊണ്ടാണ് പ്രത്യേകമായി മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രത്യേകം എടുത്തു തന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ മാപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പരിപാടി ശരിയല്ല. അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് ഹൈന്ദവ തീവ്ര സംഘടനകളുടെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നു. ബീഫിൻ്റെ പേരിൽ ദളിതന്മാർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഒക്കെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന അങ്ങനെ ഒരു കൊലപാതകം നടന്നാൽ, ആക്രമണം നടന്നാൽ, തീവ്രവാദ ആക്രമണം നടന്നാൽ അതിൽ ഞങ്ങളെല്ലാവരും മാപ്പ് പറയുന്നു, ഞങ്ങൾക്ക് അത് ഹൈന്ദവ വേദങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നത് നമ്മൾ കാണാറില്ല. ഇപ്പോൾ മാർട്ടിൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള മാർട്ടിൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്നുള്ളത് കൊണ്ട് ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ യഹോവയുടെ സാക്ഷികളെയാണ് അദ്ദേഹം കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളത് കൊണ്ട് ഇവിടെയുള്ള ബാക്കി ക്രൈസ്തവ സഭകളൊക്കെ ഞങ്ങളതിന് ഉത്തരവാദികളല്ല, ഞങ്ങളത് അങ്ങനെയല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞ് വിശദീകരണമായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതേ ബാധ്യത തന്നെ ഇവിടെ മുസ്ലിങ്ങൾക്കുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ചില ആളുകളെങ്കിലും കമൻറ്റിൽ പലപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്, അത് ചിലപ്പം ഫാൾസ് ഫ്ലാഗ് ആയിരിക്കും എന്നൊക്കെ മുസ്ലിങ്ങൾ പറയുന്നത് ഭീകരവാദത്തെ ന്യായീകരിക്കലാണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അത്തരത്തിൽ, അതായത് ഏതെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ടോ ആണോ ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളൊരു സംശയം വരാൻ എന്തുകൊണ്ടാണ് കാരണം? നമ്മൾ ഇന്ത്യയിലുള്ള ഭീകരാക്രമണങ്ങൾ പരിശോധിച്ച് നോക്കുക. കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലതും ആദ്യം ഒരുപാട് ആളുകളുടെ പേരൊക്കെ ഇങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് അവസാനം നമ്മൾ കാണുക വെച്ചാൽ അവരാരുമല്ല. അസിമാനന്ദയുടെ കേസ് അറിയാം അല്ലേ, മക്ക മസ്ജിദ് സ്ഫോടനം, അങ്ങനെയുള്ള ഒരുപാട് സ്ഫോടനങ്ങൾ നമുക്കറിയാം, ഒരുപാട് ഭീകരാക്രമണം നമുക്കറിയാം. അതൊക്കെ കഴിഞ്ഞ് ആദ്യം കുറേ ആളുകൾ, കുറേ മുസ്ലിം പേരുകളൊക്കെ, കുറേ മുസ്ലിം നാമങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരാരുമല്ല എന്നുള്ള ഒരു വാർത്തയാണ്. ഇത് നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തത് UAPA ചുമത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരിനിയമങ്ങൾ ചുമത്തിക്കൊണ്ട് ഒരുപാട് ആളുകളെ ജയിലിലേക്ക് അടക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് UAPAയുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1% ഒക്കെയാണ്. എന്നുവെച്ചാൽ 100 ആളുകളെ കൊന്നാൽ 100 ആളുകളെ പിടിച്ചാൽ ഒരാളെയൊക്കെയാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് കോടതികളിൽ അവർ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത്രത്തോളം 100ൽ 1 മാത്രമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ മാത്രമാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ശരിയാവാനുള്ള ചാൻസ് സമകാലിക ഇന്ത്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ അതിനോട് ക്രിറ്റിക്കൽ ആവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം നിരന്തരം ഈ മുസ്ലിം സമുദായം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെയുള്ള ഒരു പിന്നെ ആക്രമണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ ഫോൾസ് ഫ്ലാഗുകൾ നടക്കുന്നു, അവരെ ഫോൾസ് അലിഗേഷൻസ് പിന്നെ അവരുടെ മേലേക്ക് ചാർത്തുന്നു. ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കെ ഒരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് അങ്ങനെയാണോ, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും രാഷ്ട്രീയ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യം കൊണ്ട് വല്ലതും ആയിരിക്കുമോ എന്ന സംശയം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊരു മതപരമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അജിത് ഡോവൽ, ഇപ്പോൾ നമ്മുടെ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് പോലും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞല്ലോ, ഇപ്പോൾ പാകിസ്ഥാൻ ചാരസംഘടനകൾ റിക്രൂട്ട് ചെയ്യുന്നവരിൽ കൂടുതൽ ഹൈന്ദവരാണെന്നാണ്. അതെന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ റിക്രൂട്ട് ചെയ്യുന്നവരിൽ ഹൈന്ദവരാകുന്നത്? ഇപ്പോൾ നമ്മൾ പലപ്പോഴും ന്യൂസ് ഇടക്കിടയ്ക്കായി പലപ്പോഴും പെട്ടിക്കോളം വാർത്തയായി മാറുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ന്യൂസിൽ ഇടക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ടെന്ന് പാകിസ്ഥാൻ പ്രവർത്തനം ചെയ്തുകൊണ്ട് ഇന്നയാളെ പിടിച്ചു. പലപ്പോഴും മുസ്ലിം അല്ലാത്ത പേരുകൾ നമ്മൾ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പാകിസ്ഥാൻ്റെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാം എന്നുള്ളതല്ല അവിടെ വരുന്നത്. അവരുടെ ജിയോ പൊളിറ്റിക്സിന് അനുകൂലമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവിടെ ഒരു മുസ്ലിമിനെ എടുത്താൽ അത് പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതലും അത് ഒരു കോഷ്യസ് ആയിട്ട് അതിനെ വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ അങ്ങനെ ചെയ്യാൻ, ഒരു ഭീകരപ്രവർത്തനം ചെയ്യില്ല പാകിസ്ഥാന് വേണ്ടി എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാവും. അതടക്കം മുതലെടുത്തുകൊണ്ടാണ് കൂടുതൽ ഹൈന്ദവരായ ആളുകളാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞത് അജിത് ഡോവലാണ്. And let me tell you one small thing, now that I have been exposed as a man who is this thing, the number of persons that ISI has recruited for intelligence tasks in India, there have been more Hindus than Muslims. The number of persons that ISI has recruited for intelligence tasks in India, there have been more Hindus than Muslims. If see all the number of cases from 1947 which have been these things under the official secret head of the counter-espionage cases, I think people in media must be just things that all these cases which come, so more than 4,000 cases, probably not even 20% would be Muslims. So it's a very wrong concept. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഈ വിഷയങ്ങൾ അതിനോട് നേരിട്ട് ഹാൻഡിൽ ചെയ്ത ആളുകൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ വെറുതെ ആരോപിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പാകിസ്ഥാൻ അത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. അതിനുവേണ്ടി അവർ പല ആളുകളെ ഉപയോഗിക്കും. ചില ആളുകൾ ഈ പറഞ്ഞ ഹൈന്ദവരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചാരപ്രവർത്തികൾ ചെയ്യും. അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം പിടിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ് എന്ന നിലക്ക്, കുറച്ചുകൂടി ഒരു ആ നിലക്ക് ഒരു നിരീക്ഷണം കുറവായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം പേരുള്ള ആളുകളെ അവരെ ഒരുപക്ഷെ മതം അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം മതത്തെ അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ടും അതിൻ്റെ പേരടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ടും മുസ്ലിങ്ങളിലടക്കം അത്തരം ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തിൻ്റെ പേരിലാണ്? പാകിസ്ഥാൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ് അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിങ്ങനെ ഒരാൾ രാവിലെ ഖുർആൻ വായിച്ച് എന്നാ ഇതാ നാളെ പൊട്ടിത്തെറിച്ച് കളയാം എന്ന് വിചാരിച്ച് അങ്ങനെയല്ല ഇത് സംഭവിക്കുന്നത്. ഒരു മതമല്ല, മറിച്ച് ജിയോ പൊളിറ്റിക്സ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്ക് വളരെ തൊലിപ്പുറത്ത് ഒരു കാര്യവും പരിഗണിക്കാതെ അവിടെങ്കിലും എന്തെങ്കിലും പൊട്ടിത്തെറിച്ചു, അത് ആളുടെ പേര് നോക്കുക, എന്നാൽ പിന്നെ അയാളുടെ മതത്തിൻ്റെതാണ്, ആ മതം പ്രശ്നമാണ്, ആ മതമാണ് എല്ലാത്തിനും കുഴപ്പം എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്ത് പെട്ടെന്ന് അത്തരത്തിൽ പോകുന്നതിന് മുമ്പ് കാര്യങ്ങളെ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരം വീഡിയോകൾ നമുക്ക് ഇനിയും കൂടുതൽ ചെയ്യാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.